ഫാദർ ജോസ് പുളിക്കത്തറ. കാലം കാത്തുവെച്ചത് കണ്ടറിഞ്ഞ ആത്മീയാചാര്യൻ. അർത്ഥപൂർണമായ ജീവിതത്തിന്റെ ദശാസന്ധികളിൽ നൂതന കാഴ്ചപ്പാടുകളോടെ പ്രയാണം നടത്തിയ ദൈവദാസൻ. കൈവച്ച മേഖലകളിലൊക്കെ ദേവസ്പർശം പോലെ ദൈവീകത മുദ്രണം ചെയ്യപ്പെട്ടു. പന്ഥാവിലെ സഹപ്രയാണകർക്ക് ആത്മീയ ചൈതന്യം തൂവി ഈ വൈദികൻ പടവുകൾ താണ്ടി. കൽപ്പറ്റ തിരുഹൃദയ ദേവാലയം കുടിയേറ്റ കാലത്തിന്റെ ആരോഹണ അവരോഹണങ്ങളിൽ പതറിപ്പോയേക്കാവുന്ന ജനത്തിന് വിശ്വാസതീഷ്ണതയുടെ ഉരുക്കയിരായി മാറിയതിന് ഈ ദേവാലയവും ഈ തിരുഹൃദയ ചൈതന്യവും വഹിച്ച പങ്ക് ചെറുതല്ല. അമ്പലവയൽ തിരുഹൃദയ ദേവാലയത്തിൽ 2012-2013 കാലഘട്ടത്തിൽ പ്രഥമ വികാരിയായി സേവനത്തിലേർപ്പെടുകയായിരുന്നു ഫാദർ പുളിക്കത്തറ. ചരിത്രമുറങ്ങുന്ന മണ്ണിലെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് മാഹിപ്പള്ളി. ഫ്രഞ്ച് അധീനതയുടെ കാലത്ത് മയ്യഴി മണ്ണിലെ മക്കളുടെ ആരാധനാപാത്രമായ മയ്യഴി അമ്മയുടെ അത്ഭുതാവഹമായ അനുഗ്രഹ വർഷിപ്പ് ലോകം മുഴുവൻ കേൾവി കൊണ്ടതാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ വികസന പ്രവർത്തനങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലെ നാഴികക്കല്ലാണെന്ന് എടുത്തു പറയുന്നു ഈ ഇടവകക്കാർ. സാമൂഹ്യ വിപത്തിനെതിരെ സമരം ചെയ്തും സമരസപ്പെട്ടും പരിവർത്തനത്തിൻ്റെ മേഖലകൾക്കുമേൽ അച്ഛൻ നേടിയെടുത്ത വിജയം മാഹിപ്പള്ളിയുടെ യശസ് വർദ്ധിപ്പിക്കുന്നതിനായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അച്ഛൻ്റെ ദീർഘവീക്ഷണം എന്നും പ്രശംസനീയമാണ്. 1996 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ജോസ് പുളിക്കത്തറ അച്ഛൻ മാഹി ഇടവകയുടെ വികാരിയായി ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ സേവനമനുഷ്ഠിക്കുമ്പോൾ ഇന്ന് ഈ കാണുന്ന ഈ സ്കൂളിൻ്റെ കെട്ടിടം ഇതുപോലെയായിരുന്നില്ല. ഇവിടെ ഒരു ലോവർ ക്ലാസ്സിൽ തുടങ്ങിയ ഈ സ്ഥാപനം UP ക്ലാസ്സായി ഉയർത്തുവാൻ വേണ്ടി അദ്ദേഹം ഇവിടെ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയും UP ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല പിന്നീട് ഇത് ഹൈസ്കൂളായി ഉയർത്തുന്നതിന് വേണ്ടി പ്രാരംഭ നടപടികൾ സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട ജോസ് പുളിക്കത്തറ അച്ഛനാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കാണുന്ന ഈ ടോയ്ലറ്റ് സംവിധാനങ്ങൾ, കുട്ടികളെ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ബസ് സംവിധാനങ്ങൾ, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ഈ സ്കൂളിന് വേണ്ടി തുടങ്ങി വെച്ചു. ഇടവകയുടെ സമഗ്രമായ വികസനത്തിന് ഊർജ്ജസ്വലമായി പ്രവർത്തനനിരതനായ സൗമ്യനായ പോരാളി എന്ന് അച്ഛനെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ആന്റണി ഫെർണാണ്ടസ് ആ പഴയ കാലം ഓർത്തെടുക്കുന്നു. ഈ മയ്യഴി പ്രദേശത്ത് ജനിച്ചു വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത് ഇവിടെ തന്നെ ഉള്ള സർക്കാർ കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായും പിന്നീട് കോളേജ് പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ഇടവകയുമായി, ഈ പള്ളിയുമായി എൻ്റെ ഓർമ്മകൾ ആരംഭിക്കുന്നത് എനിക്ക് 6-7 വയസ്സ് പ്രായമുള്ള ഏതാണ്ട് 55-56 വർഷം, 1955 വർഷത്തിൽ. അന്ന് എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ ഇടവ വികാരി ഫാദർ ജോസഫ് മെനേസസ് എന്ന ഈശോ സഭ വൈദികനായിരുന്നു. അദ്ദേഹം നല്ലൊരു സുന്ദരൻ താടിയൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം 18 വർഷം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. 18 വർഷം 50 വന്ന് 68 പോയി. അദ്ദേഹം 68 പോകുമ്പോൾ ഞാൻ ഇവിടെ MA ചേർന്നേ ഉള്ളൂ, കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് കോളേജിൽ. 68 അദ്ദേഹം പോകുന്നത്, ആഫ്റ്റർ 18 years ഓഫ് സർവീസ്. അദ്ദേഹത്തിൻ്റെ അൾത്താര ബാലനായിരുന്നു ഞാൻ.
കുറേ വർഷം അതാണ് എൻ്റെ ചെറുപ്പകാല സ്മരണകൾ. എനിക്ക് ആദ്യ കുർബാന നൽകിയതും എന്നെ ഒരു പരിധിവരെ ഗ്രൂം ചെയ്തതും അദ്ദേഹമായിരുന്നു. പിന്നീട് അച്ഛൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഫാദർ മാത്യു മാമ്പ്ര ഇവിടെ വന്നു. അദ്ദേഹം 68 മുതൽ 74 വരെ. മാത്യു മാമ്പ്ര എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കുറച്ച് നോട്ട്സ് കൂടി ഞാൻ MA-ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം അന്ന് പെരിന്തൽമണ്ണയിൽ ഉണ്ടായിരുന്ന സമയത്ത് പാലക്കാട് വിക്ടോറിയയിൽ പോയിട്ട് MA പഠിക്കുമായിരുന്നു. അച്ഛൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 74 പോയി. അദ്ദേഹം പോയ ശേഷം ഫാദർ ബ്രഗാൻസ വന്നു. ബ്രഗാൻസ അന്ന് അദ്ദേഹം 1981 വളരെ നാടകീയമായി പെരുന്നാൾ ദിവസം പെട്ടെന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അന്തരിക്കുന്ന ആ ഒരു സംഭവം, നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. 74 to 81. 81 ഫാദർ കട്ടക്കയം ഇവിടെ വന്നത്. അദ്ദേഹം അധികം താമസിയാതെ 2 വർഷം 54 അദ്ദേഹം മരിച്ചു. ഈ ദേവാലയം കോഴിക്കോട് രൂപതയ്ക്ക് കൈമാറപ്പെട്ടത് 948 അത് കഴിഞ്ഞ് 9ാമത്തെ ഇടവക വികാരിയായിട്ടാണ് ഫാദർ ജോസ് പുളിക്കത്തറ ഇവിടെ 1996 സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ എത്തിയത്. എൻ്റെ ഓർമ്മ ശരിയാണെന്ന് ഞാൻ നോക്കി. സെപ്റ്റംബർ മാസത്തിലാണ് അച്ഛൻ വരുന്നത്. അച്ഛൻ്റെ 5 വർഷങ്ങൾ വളരെ അവിസ്മരണീയമെന്ന് തന്നെ പറയാവുന്ന വർഷങ്ങളായിട്ട് എന്നെപ്പോലുള്ള പഴയ ഇടവകക്കാർ ഇന്നും ഓർക്കുന്നു. ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും ചെയ്ത ശേഷമാണ് അച്ഛൻ ഇവിടെ നിന്ന് പോയത്. സൗമ്യനായൊരു പോരാളി എന്നുള്ള വാക്ക് അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ അന്വർത്ഥമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദൃഢമായി നിശ്ചയദാർഢ്യത്തോടു കൂടി, പക്ഷേ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ പോരാടി ജയിക്കുവാനുള്ള ഒരു തീക്ഷ്ണത, ഒരു ആത്മീയ തീക്ഷ്ണത, ഒരു സാമൂഹ്യ പ്രതിബദ്ധത അച്ഛൻ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഏതാണ്ട് എനിക്ക് ഫാദർ മെനേസസ് തൊട്ട് ഈ ജെറോം അച്ഛൻ 14ാമത്തെ വികാരിയാണ്. ഈ 14 പേരെയും നേരിട്ട് അറിയാൻ, അവരുടെ അടുത്ത് പ്രവർത്തിക്കുവാനുള്ള ഒരു സൗഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ്റെ 5 വർഷങ്ങൾ ഇവിടെ എടുത്തു പറയാവുന്ന, നേരിൽ കാണാവുന്ന, ഞങ്ങളെല്ലാവരും ദിവസവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയുടെ വടക്ക് ഭാഗത്തുള്ള നമ്മുടെ സെൻറ്റ് തെരേസാസ് മേരി മാതാ കമ്മ്യൂണിറ്റി ഹാളാണ്. എനിക്ക് ഓർമ്മയുണ്ട് അച്ഛൻ പറഞ്ഞത്, ഹാളിന് മുമ്പ് അവിടെ ഫാത്തിമ മാതാവിൻ്റെ രൂപം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ഥാപിച്ചിട്ട്. അതിൻ്റെ മഴയും വെയിലും കൊണ്ട് നിൽക്കുന്ന കാഴ്ച അച്ഛൻ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് അത് കാണുമ്പോൾ സങ്കടമാണ്. നമ്മുടെ ഫാത്തിമ മാതാവിനെ മഴയും വെയിലും കൊണ്ട് ഇങ്ങനെ അനാഥമായി കിടക്കുന്ന കാഴ്ച, അത് ഞാൻ പരിഹരിക്കുമെന്ന് അച്ഛൻ പറഞ്ഞ് ഞാനും ഇപ്പോൾ ഓർക്കുന്നു. ഇന്ന് മയ്യഴിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ ഓഡിറ്റോറിയം മേരി മാതാ കമ്മ്യൂണിറ്റി ഹാൾ ഏതാണ്ട് ഫ്രീ ആയിട്ട് തന്നെ പൊതുജനങ്ങളുടെ എല്ലാ ആവശ്യത്തിനും അത് ലഭ്യമാണ്. മയ്യഴി പള്ളിയുടെ, മയ്യഴി ഇടവകയുടെ ഒരു ഉപഹാരമായിട്ട് മയ്യഴി ജനത്തിന്, മയ്യഴിയിലെ ജനതയ്ക്ക് അത് ഞങ്ങൾ നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇടവകക്കാർ, അതിന് ദൈവം തിരഞ്ഞെടുത്തത് ഫാദർ ജോസ് പുളിക്കത്തറയാണെന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു. അച്ഛൻ ഓർമ്മയുണ്ടാവും. അതിൻ്റെ എഞ്ചിനീയർ സന്തോഷമായിട്ടുള്ള ചർച്ചകൾ ഇവിടെ വെച്ച് ഈ മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് ചെയ്ത ചർച്ചകൾ എനിക്ക് ഓർമ്മയുണ്ട്. അത് പ്ലാൻ പാസ്സാക്കി കിട്ടാൻ അച്ഛൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, വളരെ പ്രയാസങ്ങൾ അച്ഛനാണ്. പക്ഷേ അതിൻ്റെ രസം വെച്ചാൽ അതിൻ്റെ ആ ഘട്ടത്തിൽ അത് ഇത്രമാത്രം ഉപകാരപ്രദമാകുമെന്ന് ഇടവക ജനങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു. കാരണം അതെല്ലാം ചിലരൊക്കെ വിചാരിച്ചു അത് അവിടെ ഓട്ടോറിക്ഷയൊക്കെ നിർത്തി കുട്ടികളൊക്കെ ഇറക്കി ആ കുട്ടികളെ കൊണ്ടുപോകാനും ഒക്കെ അവിടെ സ്കൂളിലേക്ക് കുട്ടികളെ ഇങ്ങോട്ട് കടത്തിവിടാനുള്ളൊരു ഒരു 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 സുരക്ഷാ സങ്കേതമായിട്ട് തോന്നി. ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ റോഡിൽ നിർത്തണ്ടേ, ആ രീതിയിലൊക്കെ ആയിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഹാൾ വന്നപ്പോഴാണ് അതിൻ്റെ ആ ഉപയോഗം. കാരണം നമ്മുടെ എത്ര കല്യാണങ്ങൾ അവിടെ നടക്കുന്നു, എത്ര റിസപ്ഷൻസ്, എത്ര നമ്മുടെ സൗഹൃദ സമ്മേളനം ഒക്ടോബർ 15-ാം തീയതി. അന്ന് എല്ലാവരും, ഞാൻ മിക്കവാറും എല്ലാ പരിപാടികളിലും അന്ന് പങ്കെടുത്ത്. കഴിഞ്ഞ വർഷവും ഞാൻ പറഞ്ഞു, ഈ ഹാള് ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ പുളിക്കത്തറ അച്ഛനെ സ്തുതിക്കാതെ ഓർക്കാതെ വയ്യ എന്നുള്ള കാര്യങ്ങൾ ഞാൻ മാത്രമല്ല, നമ്മളെ പഴയ PK സത്യാനന്ദനെ പോലെ പഴയ MLA-മാർ, പഴയ പിന്നെ CH ഗംഗാരൻ്റെ ചരിത്രകാരൻ, അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം എപ്പോഴും പറയും. പല കാര്യത്തിലും പലരും ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് എന്നും ഒരു ഉപയോഗപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ആ ഒരു സംഭാവന, അച്ഛൻ്റെ സംഭാവന ഒരിക്കലും മയ്യഴിക്കാർക്കാർക്കും മറക്കാൻ കഴിയില്ല. അത് പെരുന്നാളിന് നമുക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അതൊരു വേറൊരു പള്ളിയായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എത്ര കുർബാനകളോടാണ്. പെരുന്നാൾ സമയത്ത് പള്ളിയിലെ ആളുകളുടെ തിരക്ക് കൂടുമ്പോൾ ആരാധനക്രമങ്ങളൊക്കെ നടക്കുന്നത് ഹാളിലാണ്. അപ്പോൾ കൺവീനിയൻസ് ആണ് ആളുകൾക്ക് വന്ന് മാതാവിന് മത്താനും നേർച്ചയിടാനും ഒക്കെ.
മയ്യഴിയിലെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നാഴികക്കല്ലായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ മയ്യഴി പള്ളിയുടെ വടക്കേ വാതിലിൻ്റെ മുമ്പിലുള്ള മുറ്റം അത് ഉൾക്കൊള്ളുന്ന ആ സ്ഥലം അത് കുറേ നാളായി തർക്കത്തിൽ കിടക്കുകയായിരുന്നു. അത് അച്ഛൻ്റെ കാലത്ത് അതിൻ്റെ നിയമ നടപടികൾ സജീവമാക്കി പുനർജീവിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സുന്ദരമായ 2 മോഡലുകൾ അച്ഛൻ വളരെ വിലപിടിപ്പുള്ള രീതിയിൽ നിർമ്മിച്ചു. ഒരെണ്ണം ഇവിടെ സന്ദർശിച്ച ഫ്രഞ്ച് അംബാസിഡർ, കാരണം ഇത് ഫ്രഞ്ച് സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ പള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് അധികാരികൾക്ക് ഇന്നും ഇതിനോട് സജീവമായ വൈകാരികമായിട്ടുള്ള ഒരു കണക്ഷനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിയാണ് നമ്മുടെ ജോസഫ് മാസ്റ്റർ, മാക്സ്വൽ, നമ്മുടെ റൊസാരിയോ, എം ഡി ജോസഫ്, ഇവരൊക്കെ കൂടിയിട്ട് അവരെ സ്വീകരിച്ച ഓർമ്മയുണ്ട്. ഞങ്ങൾ അവിടെ സ്വീകരിച്ച് കൊണ്ടുവന്നു. ഇവിടെ ഇരുന്നിട്ട് ആ മോഡൽ അച്ഛന് അദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ ഇപ്പോൾ എൻ്റെ ആൽബത്തിലുണ്ട്. കാരണം നമ്മുടെ ഈ പള്ളിയുടെ പഴയ ഇത് വെച്ച് നോക്കുമ്പോൾ അത് എന്തുകൊണ്ട് അത് പള്ളിയുടെ ഭാഗമായിരുന്നു പണ്ട് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള, നിയമത്തിൻ്റെ മുമ്പിൽ അത് തെളിയിക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള ഒരു ചരിത്രത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു മോഡൽ. 2 മോഡലായിരുന്നു. അത് അച്ഛൻ ഡൽഹിയിൽ പോയിട്ട് അവിടുത്തെ ആർച്ച് ബിഷപ്പിനെ കണ്ട് സംസാരിച്ച് രൂപപ്പെടുത്തിയതായിരുന്നു ആ മോഡലുകൾ. അതാണ് പ്രസൻറ്റ് ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് വളരെ ആ പോണ്ടിച്ചേരിയിൽ നിന്ന് വന്ന ഫ്രഞ്ച് കോൺസുലും ഡൽഹിയിൽ നിന്ന് വന്ന ഫ്രാൻസ്വാ ബ്ലാൻഷ് മെയ്സോൺ എന്നാണ് ആളുടെ പേര്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. പുള്ളിയാണ് അന്നത്തെ. പള്ളിയെ സന്ദർശിച്ചിട്ട് നമ്മുടെ ആ ഷാന്താർക്കിൻ്റെ രൂപമൊക്കെ വളരെ കൗതുകത്തോടു കൂടി വായിക്കുന്നത് എനിക്ക്. കാരണം ഇവിടുത്തെ നമ്മുടെ ഷാന്താർക്കിൻ്റെ രൂപം കേരളത്തിലൊരു പള്ളിയിലും ഇല്ലാത്ത ഒരു സവിശേഷതയുള്ള ഒരു സ്വരൂപം. നമ്മുടെ പള്ളിയിൽ സെൻറ്റ് ജോൺ ഓഫ് ദി ആർക്ക് എന്ന ഒരു ഫ്രഞ്ച് വിശുദ്ധനുണ്ട്. വിശുദ്ധ ഫ്രഞ്ചുകാരുടെ ദേശീയ പുണ്യമതിയാണ്, നാഷണൽ സെയിൻ്റ് ആണ്. അതിവിടെ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ. പിന്നെ പോണ്ടിച്ചേരിയുണ്ട്, പോണ്ടിച്ചേരിയിൽ ഈ 4 സ്ഥലത്ത് വെച്ച് ബാക്കി എവിടെയും ഇന്ത്യയിൽ കാണുകയില്ല. മയ്യഴിയിലെ ഒരു ഫിഷിംഗ് ഹാർബർ എന്നുള്ളത് മയ്യഴിക്കാരുടെ എല്ലാം ചിരകാല സ്വപ്നമാണ്. അതിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം വഹിച്ച ഫാദർ പുളിക്കത്തറയെ ഹാർബർ കമ്മിറ്റി ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്നുണ്ട്. അത് വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു അവസരമായിരുന്നു ആ സമയത്ത്. ഒരുപാട് രാഷ്ട്രീയക്കാരൊക്കെ അതിനെ എതിർത്തിട്ടും പിന്നെ നമ്മുടെ സമരസേനാനികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് എടുത്ത തീരുമാനങ്ങളും പ്രവർത്തിച്ച ഒരു അനുഭവമാണ് അന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് വിജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വരുന്നത്, അച്ഛൻ്റെ നിശ്ചയദാർഢ്യത്തിനുള്ള ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ KCBC ഒക്കെ ഇപ്പോഴാണല്ലോ മദ്യനിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിനെതിരെ അച്ഛൻ ഈ ലോഹയണിഞ്ഞ കത്തോലിക്ക പുരോഹിതൻ അങ്ങ് മുന്നിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ മദ്യനിരോധന സമിതിക്കാരുടെ ഒരു പോരാളിയായിട്ട് അദ്ദേഹം അച്ഛൻ ഇവിടെ മയ്യഴി ജനതയും സംഘടിപ്പിച്ച ആ ഒരു സംഭവം ഇന്നും അത് സജീവമായി പങ്കെടുത്ത ആളുകൾക്ക് വിശേഷിച്ചും അത് ഇന്നും എല്ലാവരുടെയും സ്മരണയിലുണ്ട്. ഫാദർ ജോസ് പുളിക്കത്തറയുടെ ബഹുമുഖ പ്രതിഭയുടെ മിന്നലാട്ടം കണ്ടറിഞ്ഞ ഈ നാട്ടുകാർ അച്ഛൻ്റെ ചുവടുവെപ്പുകൾക്ക് താങ്ങായി കൂടെ നിന്നു. അഡ്വക്കേറ്റ് MD തോമസ് പറയുന്നത് ഇങ്ങനെ: നമ്മുടെ ഈ കൊച്ചു മയ്യഴിയിൽ 1736 ഈ ദേവാലയം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം വളരെയധികം കർമ്മകുശലരും പ്രതിഭാധനരുമായ വൈദികർ ഇവിടെ ഈ ദേവാലയവും അതോടൊപ്പമുള്ള ഇടവക സമൂഹത്തെയും ഭരിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാം ഓർമ്മയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയങ്കരനായ ജോസ് പുളിക്കത്തറ ഫാദർ 1996 ഇവിടെ വരികയും 2001 വരെ അദ്ദേഹം ഇവിടെ ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ബഹുമുഖ കഴിവുകളെ ദൂരെ നിന്ന് കാണുവാനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിഭാധനായ ഒരു ഇടവക വികാരിയെ ദർശിക്കാനും സാംസ്കാരിക പ്രവർത്തകനെ നേരിട്ട് അറിയാനും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ സമൂഹത്തിന് എന്നും വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടും കൂടി ഓർക്കപ്പെടുന്ന ഒരു വികാരിയാണ്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിൽ കൂടി ചില 1-2 കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ ഈ അവസരത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ
ഫ്രഞ്ച് ഗവൺമെൻറ് നമുക്ക് പള്ളിക്ക് തന്നിരുന്ന സ്ഥലത്തെ സംബന്ധിച്ച് ഒരു തർക്കങ്ങൾ ഉത്ഭവിക്കുകയും അതിനുവേണ്ടി ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു തർക്കത്തെ വളരെയധികം പള്ളിക്ക് അനുകൂലമായ രീതിയിൽ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന് അത് സാധിച്ചത് അദ്ദേഹത്തിന് ഇവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരുമായിട്ടുള്ള നല്ല ബന്ധം, നല്ലൊരു ഇഴയടപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തി വന്നിരുന്ന ആ സുഹൃത്ത് ബന്ധങ്ങൾ എന്തുകൊണ്ടും നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി തീരേണ്ടതാണ്. ഫാദർ പുളിക്കത്തറ അദ്ദേഹം വളരെ ഈ സമൂഹവുമായിട്ട്, ഇടവക സമൂഹമായിട്ടും വളരെയധികം അടുത്ത് ഇടപെടുകയും കുട്ടികളും പ്രായമായവരും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും മനസ്സ് കവർന്നെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ഈ ഇടവകയിൽ, അതുപോലെ തന്നെ ഈ ഇടവകയിൽപ്പെട്ട ഓരോരുത്തർക്കും വളരെ വ്യക്തിപരമായ കാര്യങ്ങളിലും ആത്മീയമായ കാര്യങ്ങളിലും വളരെയധികം പ്രചോദനവും ഉണർവും നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ കൊച്ചുമയിലെ ഇടവക സമൂഹത്തിന് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ ഓരോന്നോരോന്നായി എണ്ണി പറയുന്നില്ല. അത് ഇവിടെ നമ്മുടെ ദൃഷ്ടിയിൽ തന്നെ കാണുന്ന കാര്യങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. എങ്കിൽ കൂടി അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഇപ്പോഴും ഇവിടെ നിന്ന് പോയി 15 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം ഇന്നും ഇവിടുത്തെ ഓരോ വ്യക്തികളുമായും ഇടവക സമൂഹവുമായിട്ടും ഒരു ആത്മബന്ധം പുലർത്താൻ ഉള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം വളരെയധികം സ്നേഹത്തോടും മറ്റു സഹാനുഭൂതിയോടും കൂടി നോക്കിക്കാണുന്ന ഒരു ഇടവക സമൂഹം എന്ന നിലയിൽ മാഹിക്കാരായ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം സർവേശ്വരൻ എന്നും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾ ഈ അവസരത്തിൽ നേരുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം വിവിധ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് എല്ലാവിധ നന്മയും ഭാവുകങ്ങളും ഞാൻ നേരുകയും ചെയ്യുന്നു. ചരിത്രം ചാലിച്ചെഴുതിയ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയവിശാലതയിലേക്ക് ആത്മീയ ദർശനത്തിൻ്റെ പൊലിമയുമായി നിലനിന്നിരുന്ന സെയിൻറ്റ് ജോസഫ് ചർച്ചിൽ പുതിയൊരുണർവിൻ്റെ ധ്വനി മുഴങ്ങിക്കേട്ട കാലമായിരുന്നു 2000-2006 കാലഘട്ടം. ഫാദർ ജോസ് പുളിക്കത്തറയുടെ ആഗമന കാലഘട്ടമായിരുന്നു അത്. കടലിൻ്റെ മക്കളും നഗരത്തിൻ്റെ മക്കളും അധിവസിക്കുന്ന ഈ നഗരപ്രാന്തത്തിൽ അച്ഛൻ തൻ്റെ മേച്ചിൽപ്പുറം തേടി കണ്ടെത്തുകയായിരുന്നു. ഈ ദേവാലയമുറ്റത്തിൻ്റെ മണൽത്തരികൾക്ക് പോലും ഉയർച്ചയുടെ ഈ കാലഘട്ടം ഓർമ്മിച്ചെടുക്കാനുണ്ടാവും. അന്ന് വർഷങ്ങളുടെ പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്ന ഈ ദേവാലയത്തിനെ പുനരുദ്ധരിച്ച് ഇക്കാണുന്ന മനോഹരമായ ദേവാലയമാക്കിയതിൽ ഈ ഇടവകക്കാർ എന്നും അച്ഛനെ ഓർമ്മിക്കുന്നു. എൻ്റെ പേര് പി ജെ ജോർജ്. ഞാൻ എറണാകുളം കൊച്ചി രൂപതക്കാരനാണ്. കോഴിക്കോട് മലയാള മനോരമയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ 90കളുടെ ആദ്യത്തിൽ ഇവിടെ വന്നു. കണ്ണൂരും മറ്റ് പല സ്ഥലങ്ങളിലേക്ക് വർക്ക് ചെയ്തതിന് ശേഷം 2000-ൻ്റെ തുടക്കകാലത്ത് ഇവിടെ വരുമ്പോഴാണ് ഹൃദയത്തിൽ യുവത്വം സൂക്ഷിക്കുന്ന വളരെ കർമ്മനിരതനായ പുളിക്കത്തറച്ചനെ കാണാനായിട്ട് ഇടവന്നത്. എൻ്റെ മനസ്സിൽ അന്നേ സ്പർശിച്ച ഒരു വൈദികനായിരുന്നു അദ്ദേഹം. പിന്നീട് അച്ഛൻ്റെ ഓർഗനൈസേഷണൽ പവർ, അങ്ങനെ ആളുകളെ സംഘടിപ്പിക്കുന്നതിനുള്ള ആ ഒരു പവറിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും വാസ്തവത്തിൽ ഈ പള്ളിയുടെ ആക്ടിവിറ്റീസിലേക്കൊക്കെ ബന്ധപ്പെടാനിടയായത്. ഈ പള്ളി അന്ന് അതിൻ്റെ ഫൗണ്ടേഷൻ ലെവലിൽ പണിതിട്ട് കുറേ വർഷങ്ങളായി നിന്ന് കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ വളരെ തീവ്രമായ ആഗ്രഹവും നിരന്തരമായ പരിശ്രമവും ബന്ധങ്ങളെ പരമാവധി അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പള്ളിയുടെ ഒരു അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ രണ്ടാമത് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അതിനുശേഷം അച്ഛൻ്റെ ആ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത എങ്ങനെയും ഇത് പൂർത്തിയാക്കണമെന്നുള്ള
ഒരു നിർബന്ധപൂർവമായ താല്പര്യം അന്നത്തെ കോഴിക്കോട് രൂപത പിതാവ് കളത്തിപ്പറമ്പിലിൻ്റെ വളരെ ഉദാരമായ സഹായവും സഹകരണവും പിന്നെ മറ്റനേകം ഇവിടുത്തെ മറ്റ് സംഘടനകൾ, വിശ്വാസികൾ, ഇവരുടെ എല്ലാം ഒരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛന് ലഭിച്ച പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ പള്ളി ഈ ലെവലിലേക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ കുടുംബ യൂണിറ്റുകളെ എപ്പോഴും വളരെ ആക്റ്റീവാക്കി നിർത്തുന്നതിൽ അച്ഛൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അന്ന് എനിക്ക് തോന്നുന്നൊരു 10ഓളം സംഘടനകൾ, വിൻസെൻ്റ് ഇപ്പോളും മാതൃസംഘടനയും അങ്ങനെ നമുക്ക് പറയാവുന്ന ഒരുപാട് യുവാക്കളുടെ സംഘടനകളും ഒക്കെ ആയിട്ട് 10ഓളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ അച്ഛൻ്റെ ഓരോരുത്തരും അച്ഛൻ്റെ ശ്രദ്ധ വളരെ കാര്യമായി പതിഞ്ഞിരുന്നു. ഇവരൊക്കെ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ, പ്രത്യേകിച്ചും വ്യത്യസ്ത പ്രായക്കാരും സ്വഭാവക്കാരുമായി ഇവരുമായിട്ട് ഇണങ്ങിപ്പോകുന്നതിൽ അച്ഛൻ്റെ ആ ഒരു സംഘടനാ ശേഷി എപ്പോഴും വളരെ പ്രകടമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അച്ഛൻ്റെ ആ ആത്മീയമായ ഒരു വിശുദ്ധി. അച്ഛൻ്റെ ഒരു കുർബാന നമ്മൾ പങ്കെടുത്ത് ഇറങ്ങുമ്പോൾ വലിയൊരു ആത്മസംതൃപ്തിയാണ് തോന്നാറ്. അതുപോലെ തന്നെ ഇവിടുത്തെ മതബോധന ക്ലാസ്, ആ ക്ലാസ് ഞാൻ അതിൻ്റെ ആദ്യ വർഷം അതിൻ്റെ സെക്രട്ടറിയായും അതിനടുത്ത വർഷം പ്രസിഡൻ്റായും വർക്ക് ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് ഇവിടുത്തെ പാരിഷ് കൗൺസിലിലും മറ്റ് പല പ്രവർത്തനങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞത്. ഈ അച്ഛൻ്റെ ഓരോ സന്ദർഭത്തിലും ഇത്രയും ഈ പ്രായത്തിനെയൊക്കെ അതിജീവിക്കുന്ന അച്ഛൻ്റെ ആ ഒരു സജീവമായിട്ടുള്ള ആ ഒരു പ്രവർത്തന രീതിയാണ് നമുക്ക് എന്നും നമ്മളെ സ്പർശിക്കുന്നത്. അച്ഛൻ ഇവിടുന്ന് പോയതിന് ശേഷവും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അപൂർവമായ നല്ല വൈദിക ബന്ധങ്ങളിൽ ഒന്നാണ് അച്ഛനുമായിട്ടുള്ളത്. ഏറെ തിരക്ക് പിടിച്ചൊരു ജോലിയാണ് എൻ്റേത്. പക്ഷേ എങ്കിലും അച്ഛൻ വിളിക്കുമ്പോൾ ആ വരുന്നതും ആ ബഹുമാനവും താല്പര്യവും കൊണ്ടാണ്. അച്ഛനെ ഈ സന്ദർഭത്തിൽ എല്ലാ ആയുരാരോഗ്യ ആശംസകളും ഞാൻ നേരുകയാണ്. ആത്മീയതയുടെ നറുമണം വീശുന്ന മന്ദമാരുതൻ ഈ നഗരപ്രാന്തത്തിലെ തിരക്കുകളിൽ പ്രസരിപ്പിച്ചുകൊണ്ട് അച്ഛൻ തൻ്റെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു. വിജയവും പരാജയവും ദൈവകൽപിതമാണെന്നാണ് ഫാദർ ടോം മറയ്ക്കൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പുളിക്കത്തച്ഛനും ഞാനായിട്ടുള്ള ബന്ധം, പുളിക്കത്തച്ഛൻ്റെ 1 ഇയർ സീനിയറാണ് ഞങ്ങൾ സെമിനാരിൽ ചേർന്നപ്പോൾ. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓർഡിനേഷൻ 66-ലാണ്, എൻ്റേത് 67-ൽ. പിന്നെ അച്ഛൻ പല കോഴിക്കോട് രൂപതയിലെ പല പള്ളികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മുതൽ പെരിന്തൽമണ്ണ, മഞ്ചേരി വരെ അങ്ങോരാണ് ഈ രൂപതയിൽ പല സ്ഥലത്തുമായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ കാഞ്ഞങ്ങാട് ഞാൻ അച്ഛനല്ല, എന്നാൽ ഹെൽപ്പർ സെമിനേറിനായിട്ട് സഹായിക്കാൻ പോയിട്ടുണ്ട് അങ്ങോരോ കാലത്തും മറ്റുള്ള സ്ഥലങ്ങളിലും. അപ്പോൾ അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. പുള്ളിക്കത്തച്ഛൻ ഇങ്ങനെ നല്ല എന്തെങ്കിലും ചെയ്യാൻ വളരെ താല്പര്യവും തൻ്റെയിടവും ചെയ്യുന്ന ആളാണ്. പിന്നെ ഏതെങ്കിലും സാഹസിക പ്രവൃത്തിയിലും മുന്നോട്ട് വരും. അങ്ങനെയുള്ള ഒരു ധൈര്യമുണ്ട് അദ്ദേഹത്തിന്. ചിലപ്പോഴെല്ലാം പ്രശ്നത്തിൽ വീണിട്ടുണ്ട്, എങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ എവിടെ പോയിരുന്നാലും വളരെയധികം നല്ല കാര്യങ്ങൾ നമ്മളെ സഭയ്ക്ക് വേണ്ടിയും ആളുകളെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. വീടുകൾ പണിതിട്ടുണ്ട്, പിന്നെ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്, സ്കൂളുകൾ സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ പഠിക്കാൻ വേണ്ടി ആളുകളെല്ലാം സഹായിച്ചിട്ടുള്ളൊരു വലിയൊരു വ്യക്തിയാണ് ഫാദർ ജോസ് പുളിക്കത്തറ. ആത്മീയ ജീവിതത്തിൽ അങ്ങൊരു നല്ല ധൈര്യമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ വിശ്വാസത്തിൽ ജീവിച്ച് ഉറച്ചു മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അത് മറ്റുള്ളവരെയും തൻ്റെ ഇടത്തോടുകൂടി പറഞ്ഞു കൊടുക്കും, പഠിപ്പിക്കുകയും ചെയ്യും. അതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവിക്കുക നല്ല വലിയൊരു വൈദികനാണ് ഫാദർ ജോസ് പുളിക്കത്തറ. ആത്മീയ തലത്തിൻ്റെ അരുളപ്പാടുകൾ കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ താളപ്പിഴകളെ കണ്ടറിഞ്ഞ് സാന്ത്വനത്തിൻ്റെ കരസ്പർശം കൊണ്ട് സമാശ്വസിപ്പിക്കുന്ന ദൈവദൂതനായാണ് അച്ഛൻ ഈ ഇടവക ജനത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചത്. ഇടവകയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട ഈ വൈദികൻ ഇടവക ഭരണത്തിലെ ക്രിയാത്മക വ്യതിയാനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മതബോധന പ്രക്രിയയ്ക്ക് ഒരു നൂതന കാഴ്ചപ്പാടുകൾ കാണിച്ചുകൊണ്ട് കേരള മതബോധന രംഗത്ത് മാറ്റത്തിൻ്റെ ധ്വനി മുഴക്കി.